ഹലോ ഹായ് ജീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ടോ? അപ്പൊ ഞാനിങ്ങനെ ഇരുന്നപ്പോ ഞാൻ വിചാരിച്ചു ഒരു കപ്പ എല്ലും ഉണ്ടാക്കാം. അതെന്താ എല്ല് അമ്മ? ഇറച്ചിയില്ലേ? ഇറച്ചി തീർന്നു. അത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു എല്ല് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ എല്ല് വെക്കാന്ന് വിചാരിച്ചു. ഇവിടെ അധികം കപ്പ ഇറച്ചിയാണ് വെക്കാറ്. ഇവളുടെ അപ്പയ്ക്ക് ഇറച്ചിയും കപ്പ വെക്കുന്നതാണ് ഇഷ്ടം. എല്ലിനോട് അത്ര തൃപ്തിയില്ല. പക്ഷെ ഞങ്ങൾക്ക് എല്ലാണ് ഇഷ്ടം. അപ്പൊ ഞാൻ അതുകൊണ്ട് എല്ലും കപ്പയും വെക്കാന്ന് വിചാരിച്ചു. അപ്പോ അതിന് വേണ്ടിട്ട് ആദ്യം തന്നെ ഞാൻ കപ്പ വേവിച്ചെടുത്തു കേട്ടോ. ഉപ്പിട്ട് കപ്പ വേവിച്ച് എടുത്തു വെച്ചു. പിന്നെ എല്ലും മസാലകളെല്ലാം ഇട്ട് എല്ല് വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പം അത് വേവിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് രണ്ടും വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത് അത് കൂട്ടി യോജിപ്പിച്ചാൽ മതി. ഇതിന്റെ കാര്യം ഈസിയാണ്. അപ്പൊ ഞാൻ കടായി അടുപ്പത്ത് വെച്ചു. ചൂടായതിനു ശേഷം നമ്മള് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോ അല്പം കടുക് ഇട്ട് കൊടുക്കണം. ഈ കടുക് പൊട്ടണം കേട്ടോ. കടുക് പൊട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടിയതിന് ശേഷം അരി വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ചുവന്ന മുളക്, ഉണക്കമുളക് എല്ലാം കൂടി നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് വഴറ്റണം. അതിനുശേഷം ഇപ്പൊ നന്നായിട്ട് ഉള്ളിമുളക് നന്നായിട്ട് മൂത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിക്ക് ശേഷം അല്പം മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് മീറ്റ് മസാല, ഇതിന് മസാല ശരിക്കും ചേർന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മസാല ശരിക്കും ചേർന്നാൽ അല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതിനെ വറുത്തെടുക്കണം. അതിലേക്ക് നമ്മൾ കപ്പയും എല്ലും ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കുറച്ചു നേരം അടുപ്പത്ത് വെക്കുക. ഇതൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരൽപ്പം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി കുറച്ചു നേരം നമ്മൾ അടുപ്പിൽ വെച്ചേക്കണം. ഇതുപോലെ നന്നായിട്ട് എന്നിട്ട് യോജിപ്പിച്ചു കൊടുക്കുക. ഇപ്പം കുറച്ചു നേരം അടുപ്പിലിരുന്ന് ഇത് കപ്പ എല്ലിലെ നെയ്യൊക്കെ വലിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചു നേരം അടുപ്പത്തിരിക്കട്ടെ, ഒന്ന് ചൂടാവട്ടെ. അതേ കപ്പയെല്ലും റെഡിയായി. നമുക്ക്
എങ്ങനെയുണ്ടെന്ന് അല്പം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂടെ അല്പം ഉള്ളി കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വൈകിട്ടത്തെ ചായക്ക് നല്ലതാണ്. മഴയും കൂടിയല്ലേ. ഇനി ഒരു കട്ടനും കൂടി ഉണ്ടാക്കും. കട്ടനും കൂട്ടിയിട്ട് കപ്പ കഴിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ ഞാൻ ചെയ്യുന്ന പോലെയല്ല, വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലും എല്ലാവരും പറഞ്ഞു തരണം. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കണം. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും. ബൈ.